ഞാൻ ചെമ്മീൻ വർഗീസാണ്. ഓ ആരാ ചെമ്മീൻ വർഗീസ്? നിന്റെ അമ്മയുടെ മനുഷ്യനിവിടെ മേപ്പോട്ടേക്ക് വായിലാണ് നിൽക്കുക. അപ്പോൾ അവൻ ചെമ്മീൻ കച്ചവടത്തിന് വരുന്നത്. ഹലോ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത നിങ്ങളോട് ഈ ദയ കാണിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ കരുതിയാണ്. പണവുമായി എവിടെ വരണം അത് പറയൂ. ഇന്ന് രാത്രി 11:50 പഴയ തുരങ്കത്തിനടുത്തുള്ള തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന്റെ പിന്നിൽ കാത്തു നിൽക്കുക. ഞങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സ്വത്തും പണവും സംരക്ഷിക്കാനോ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനോ? എന്തിനായാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. മിസ്റ്റർ ഉർമീസ്, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. പിന്നെയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ക്രിമിനലുകളെ സഹായിക്കുന്നതും അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. നിങ്ങളിപ്പോ ചെയ്യുന്നതും അതാണ്. എന്ത് ചെയ്താലും എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. ഞാൻ അവസാനമായിട്ട് പറയാണ്, നിങ്ങളുടെ ഇടപെടൽ മൂലം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്കിൽ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളും അവരും തമ്മിൽ ഇന്ന് രാത്രി കാണുമെന്ന് വിചാരിക്കണ്ട. ഇന്നത്തെ രാത്രി ഈ നഗരം പോലീസിന്റെ പ്രത്യേക വലയത്തിലാണ്. മറക്കണ്ട. ഒരു കാരണവശാലും ഇനി നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ഇന്ന് രാത്രി 11:50 മുമ്പ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യണം. സാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കുക. സാർ, നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും സങ്കേതങ്ങൾ ഇന്ന് റെയ്ഡ് ചെയ്യണം. യെസ് സാർ. ഇന്ന് രാത്രി നഗരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണം. സാർ, അപരിചിതരെയും സംശയം തോന്നുന്നവരെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം. സാർ, ഇന്ന് രാത്രി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു വാഹനവും ഈ നഗരത്തിൽ ഓടാൻ പാടില്ല. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. ഒന്ന് വേഗമാകട്ടെ. ഇതാ നിങ്ങളുടെ പണം. നിൽക്കൂ. എവിടെ എന്റെ മോൾ? എവിടെ? ആദ്യം അവൾ, പിന്നീടാകട്ടെ പണം. ആദ്യം പണം, പിന്നെ കുഞ്ഞ്. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിവിടെ തന്നെയുണ്ട്. പക്ഷെ അല്പനേരം കൂടി നിങ്ങൾ ക്ഷമിച്ചു നോക്കൂ. കുഞ്ഞിനെ ഭദ്രമായി തന്നെ ഇവിടെ എത്തിക്കും. നഗരം മുഴുവൻ പോലീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോളുടെ ഗതി എന്താവും? ആലോചിച്ച് നിൽക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പൊ സമയമില്ല. എത്രയും വേഗം പണവുമായി ഞങ്ങളെ പോകാൻ അനുവദിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടും. ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചേ പറ്റൂ. കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ, ഞാൻ ബാലകൃഷ്ണൻ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവുമായി തിരിച്ചു പോകാം. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പണം കൊണ്ടുപോയിക്കൊള്ളൂ. ഗോപാലകൃഷ്ണ, വരൂ.
ആവശ്യപ്പെട്ട പണം ഇതിനകത്തുണ്ട്. എന്റെ മോളെവിടെ? Daddy, 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 Daddy. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. മോളെ നിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. കളിക്കരുത് നീ കളിക്കരുത് ചക്ക. നിന്നെ നീ കൊല്ലടാ. നിർത്ത്. നീ പെട്ടിക്കൊണ്ട് പോ. നീ പണമായിട്ട് പോകാൻ ഞാനും മറ്റച്ഛനും വന്നോളാ. നീ പോ. മോള് കരയല്ലേ, ഞങ്ങൾ ഡാഡിയുടെ ആൾക്കാരാ. മോള് കരയല്ലേ, ഇപ്പൊ വരാം. നീ പോ. നീ കാശും കൊണ്ട് പോയി പോ. എടാ പോവാൻ. ഇവനെ വരയാൻ സട്ടിട്ട് പോ. നേരെ
പിടിയോരെ ബാലകൃഷ്ണ, നമുക്ക് ഇവിടെ ഇവിടെ വിടാം. പോലീസുകാർ കൊണ്ടു കൊടുത്തോളൂ. അത് 10 മത്തായിച്ചേട്ടാ. മത്തായിച്ചേട്ടൻ വേണേ പൊയ്ക്കോ. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരുന്നുള്ളൂ. പറയുന്നേക്ക് മത്തായിച്ചേട്ടാ, ആ നല്ല മനുഷ്യൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തേ പറ്റൂ. അതിനു മുമ്പ് അവന്മാരെ നമ്മളെ പിടിക്കും. നീ പറയുന്ന കേക്ക്. ഇല്ല മത്തായിച്ച, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ടേ വരൂ. മത്തായിച്ചേട്ടൻ വേണേ പൊയ്ക്കോ. വേണ്ടടാ, ഏതായാലും ഇത്രത്തോളം ആയില്ലേ. നിനക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാനുണ്ടോ നിന്റെ കൂടെ? ആ, മോളെ, ഡാഡി 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 താങ്ക് യു വെരി മച്ച്. കരാർ തീർന്നു. പക്ഷേ ഞങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ വെറും ഇടനിലക്കാർ മാത്രമാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ ഞങ്ങൾ ഈ വേഷങ്ങളൊക്കെ കെട്ടിയത്. ഞങ്ങളോടൊന്നും തോന്നരുത്, പ്ലീസ്. ഞങ്ങളോടൊന്നും തോന്നരുത്.